വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കിതിൻ്റെ ഈ മെയിനുള്ള കണ്ടിന്യൂറ്റി നോക്കാം. മെയിൻ പി വൈക്കും ക്വസ്റ്റ്യൻ നമ്പർ 1. A function f from R to R, f of x 1 minus cos 2x by x square, x less than 0, is equal to alpha, x is equal to 0, beta into root of 1 minus cos x whole by x, x greater than 0. Find the value of alpha square plus f of x is continuous. Find alpha square plus beta square. Question. ഇവിടെ എക്സ് ലെസ് ദാൻ 0 എഫ് ഓഫ് എക്സ് വന്നിട്ടുണ്ട് അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ദിസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൽഫ. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. മൂന്ന് ഈക്വൽ ആണ് അല്ലേ. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് സെയിം ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ആ ലിമിറ്റ് ഏതിനോട് ഈക്വൽ ആയിരിക്കണം? എഫ് ഓഫ് 0യുടെ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. ആദ്യം ഇത് നോക്കാം. എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് എക്സിൻ്റെ എക്സ് ലെസ് ദാൻ 0 ഇതിലാണ് നമ്മൾ നോക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് 2x by x square that is 1 minus cos 2 and 2 sin square a that is 2 sin square x by x square. One minus cos 2a 2 sin square a 1 plus cos 2a 2 cos square a limit x tends to 0 sin x by x is equal to 1. നിങ്ങളിതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോണം. അതിനാണ് ഞാനിത്. ഇവിടെ നമുക്ക് 2 മാറ്റി എഴുതിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x the whole square. Limit x tends to 0 sin x by x and 1 that is 2 into 1 2. അപ്പോൾ നമുക്ക് അത് ഏതിനോട് ഈക്വൽ ആണ്? എഫ് ഓഫ് 0. When x is equal to 0 value of the function is alpha. So alpha is equal to 2. F of 0 that is equal to alpha. Therefore alpha is equal to 2. ഇനി നമുക്ക് റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് എക്സ് ബീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഹോൾ ബൈ എക്സ്. ഇവിടെ നമ്മൾ പറഞ്ഞു 1 മൈനസ് കോസ് 2a ആണ് 2 സൈൻ സ്ക്വയർ എ 2aയുടെ ഹാഫ് എ വരും അല്ലേ. ലിമിറ്റ് x tends to 0 beta into root of 2 sin square x by 2 root 2 beta into limit x tends to 0 sin x by 2 by x. sin theta by theta അല്ലെങ്കിൽ sin x by x വന്നാൽ നമുക്കറിയാം 1 ആണ്. അപ്പം നമുക്ക് ഇവിടെ x by 2 ആയതുകൊണ്ട് ഇവിടെ x by 2 കൊടുക്കാം.
√2 ഇൻറ്റു തെറ്റിപ്പോയി √2 ഇൻറ്റു ബീറ്റ ഇൻറ്റു ലിമിറ്റ് എക്സ് എന്നുള്ളത് x/2 എഴുതാം. നമുക്കിപ്പോൾ MCQന് ഡീറ്റെയിൽഡ് സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, എന്നാലും നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ നമ്മളിവിടെ x/2 എന്ന് എഴുതുമ്പോൾ 2 ന്യൂമറേറ്ററിൽ പോകും അല്ലേ, അത് എക്സ്ട്രാ നമ്മൾ എഴുതിയതാണ്. അതിനെ ക്യാൻസൽ ചെയ്യുന്നൂടെ ഒരു 1/2. ഇതെന്താകും 1. √2 2 കട്ട് ചെയ്യുമ്പോൾ √2. സോ റൈറ്റ് ലിമിറ്റ് ഈസ് β/√2. അതും ഏതിനോട് ഈക്വലാണ്? f(0) അല്ലേ. β/√2 is equal to 2. Beta is equal to 2√2. So alpha square plus beta square is equal to 2 square 4. 2√2 the whole square. 2 into 2 4. √2 into √2 2. 4 plus 8 2. Question number 2. f of x log 1 plus 5x to the base e minus log 1 plus alpha x by x to the base e. Sorry. Whole divided by x. Log 1 plus 5x to the base e minus log 1 plus alpha x to the base e. X not equal to 0 is equal to 10. When x is equal to 0, find alpha. That's the question. നോക്കി ഇതിൽ ഒരു റിസൾട്ട് എന്നാണ് ലോഗ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എ എക്സ് ഹോൾ ബൈ എക്സ് ദാറ്റ് ഈസ് ഇക്വൽ ടു ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്താ ഇ ഒരു റിസൾട്ടാണ് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എ എക്സ് ഹോൾ ബൈ എക്സ് ഈസ് ഈക്വൽ ടു എ. നമുക്കിവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നമുക്കിവിടെ എന്ത് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാൻ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് ഓഫ് 1 പ്ലസ് 5x ബൈ എക്സ് മൈനസ് ലോഗ് 1 പ്ലസ് ആൽഫ എക്സ് ബൈ എക്സ്. ഇവിടെ എന്ത് ഈ റിസൾട്ട് അനുസരിച്ച് നമുക്ക് ഇവിടെ എന്ത് ലിമിറ്റ് വരും? 5 മൈനസ് ആൽഫ. ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് കേട്ടോ, അത് ഞാൻ എഴുതിയില്ല. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഫൈൻഡ് ആൽഫ. അതാണ് ക്വസ്റ്റ്യൻ. എഫ് എക്സ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. Therefore 5 minus alpha is equal to 10. So minus alpha is equal to 5. So alpha is equal to minus 1. F, a function from R to R, real to real. F of x is equal to 2 sin minus pi x by 2. X less than minus 1 is equal to absolute value of mod ax square plus x plus b. Mod ax square plus x plus b minus 1 less than or equal to x less than or equal to 1 is equal to sin pi x when x greater than 1.
f of x is continuous on R. Find a plus b. ഇവിടെ നമുക്ക് -1 അല്ലെങ്കിൽ 1 മൈനസ് 1 പ്ലസ് ഇതൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 മൈനസ് എഫ് എക്സ് ലെസ് ദാൻ -1. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 2 ഇൻറ്റു സൈൻ -πx/2. Replace x by -1 minus into minus plus sin π/2 1 2 into 1 2. Limit x tends to -1 plus fx. Limit x tends to -1 x greater than -1 mod ax square plus x plus b. a -1 plus b മോഡ്. നമ്മൾ -1ൻ്റെ ലെഫ്റ്റ് ലിമിറ്റും -1ൻ്റെ റൈറ്റ് ലിമിറ്റും കണ്ടു. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമ്പോൾ ഏത് നമ്പറിലും അതിൻ്റെ LHലും RHലും ഈക്വൽ ആയിരിക്കണം. നമുക്കിത് ഇക്വേറ്റ് ചെയ്യാം. mod a -1 plus b is equal to 2 mod absolute value 2 mod x is equal to 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x is equal to +2 or -2. a -1 plus b 2 a plus b is equal to 3 or a plus b is equal to -2 plus 1. a plus b is equal to -1. ഇനി നമുക്ക് ഇതും കൂടെ ചെക്ക് ചെയ്യണം. 1 മൈനസ് 1 പ്ലസ്, കാരണം ഇവിടെ നമുക്ക് a പ്ലസ് ബി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഓറാണ്, 2 വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് ആൻസർ എഴുതാൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് എക്സ്. അപ്പോൾ 1 പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ സൈൻ പൈ ഇൻറ്റു 1, സൈൻ പൈ എന്താ 0. a പ്ലസ് 1 പ്ലസ് ബി, അബ്സല്യൂട്ട് വാല്യൂവിന് 0 ആണല്ലേ. സോ a പ്ലസ് ബി പ്ലസ് 1 0, a പ്ലസ് ബി ഈസ് ഈക്വൽ ടു -1. നമുക്കിവിടെ 3 ഓർ -1 കിട്ടി, ഇവിടെ -ഉം കിട്ടി. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണ് വാല്യൂ? a പ്ലസ് ബി ഈസ് ഈക്വൽ ടു -1. Therefore, a plus b is equal to -1. Question number 4. f of x sin p plus 1 into x plus sin x by x less than 0 is equal to q when x is equal to 0 is equal to root of x plus x square minus root x by x raised to 3/2 x greater than 0. Find the value of p and q for function is continuous. f of x is continuous. Find p and q. ഇവിടെ 0 മൈനസ് എഫ് ഓഫ് 0 0 പ്ലസ്
മൂന്നും ഈക്വൽ ആവണം അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് എക്സ്. എഫ് ഓഫ് 0 ഇതിനോട് ഈക്വേറ്റ് ചെയ്യാൻ നമുക്ക് ക്യൂ. ആദ്യം നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് ഒന്ന് കാണാം, കണ്ടിട്ട് ക്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ പി പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ പി പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അത് എ ആണ്. ഇവിടെ നമുക്ക് എന്താ എഴുതാം? പി പ്ലസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് പി. എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു ക്യൂ. സോറി കേട്ടോ, ക്വസ്റ്റ്യൻ ഇവിടെ പ്ലസ് ആണ്. ഞാൻ ആദ്യം പ്ലസ് ആണോ എഴുതി വിട്ടുപോയി, സോറി. ക്വസ്റ്റ്യൻ സൈൻ പി പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് ആണ് കേട്ടോ. ഞാൻ ആദ്യം മൈനസ് ആണ് എഴുതിയെങ്കിൽ സോറി, ഞാൻ ഓർക്കുന്നില്ല, പെട്ടെന്ന് എഴുതിയപ്പോൾ ഇവിടെ മൈനസ് ആണ്. ക്വസ്റ്റ്യൻ പ്ലസ് ആണ്. പി പ്ലസ് 2. ഇനി ഇത് ഏതിനോട് ഈക്വലാണ്? എഫ് ഓഫ് 0യോട് ഈക്വലാണ്. സോ പി പ്ലസ് 2 ഈസ് ഈക്വൽ ടു, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് സോൾവ് ചെയ്യാം. സീറോ പ്ലസ് സീറോ പ്ലസ് എഫ് എക്സ് റൂട്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ബൈ എക്സ് റൈസ് ടു 3/2. എക്സ് റൈസ് ടു 3/2നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റൂട്ട് എക്സ് എന്ന് എഴുതാം. ഇതിൽ നമുക്ക് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് എന്ന് എഴുതാം. റൂട്ട് എക്സ് ബൈ എക്സ് റൂട്ട് എക്സ്. സെപ്പറേറ്റ് നമുക്ക് റൂട്ട് എക്സ് കോമൺ എടുക്കാം അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. റൂട്ട് എക്സ് ക്യാൻസൽ. നമുക്കിതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് 1 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് 1. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 1 ക്യാൻസൽ, എക്സ് എക്സ് ക്യാൻസൽ. നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2. ഇത് ഏതിനോട് ഈക്വലാണ്? എഫ് ഓഫ് 0യോട്. എഫ് ഓഫ് 0 എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ക്യൂ അല്ലേ. therefore q is equal to 1/2. ഇനി p plus 2 is equal to q. So p plus 2 is equal to 1/2. p is equal to 1/2 minus 2 minus 3/2. Question number 5. F from R to R
f of x is equal to 5, x less than or equal to 1 is equal to a plus bx, 1 less than x less than 3, b plus 5x, 3 less than or equal to x less than or equal to 5, x greater than or equal to 5, 30. ഇതാണ് ക്വസ്റ്റ്യൻ. സോറി, ഇവിടെ ഈക്വൽ. ഇവിടെ ഫോർ ഓപ്ഷൻസ് ഞാൻ വായിക്കാം. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇഫ് എ ഈസ് ഈക്വൽ ടു -5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 10. Continuous if a is equal to 5 and b is equal to 5. Third option, continuous at a is equal to 0 and b is equal to 5. Fourth option, f of x is not continuous for any value of a and b. നമുക്ക് ചെക്ക് ചെയ്യാം. ലിമിറ്റ് x tends to 1 minus fx, 1 plus fx. നമുക്ക് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 1ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആണ് എന്ന് വെച്ച് ചെയ്യുകയാണ്. ഇത് ഓപ്ഷൻസിൽ ഇത് കണ്ടിന്യൂസ് ആണെന്നും തന്നിട്ടില്ല, ഓപ്ഷൻസിൽ കണ്ടിന്യൂസ് അല്ലെന്നും കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 a plus b. Limit x tends to 3 minus fx, 3 plus fx. 3 minus എന്ന് പറയുമ്പോൾ 3b plus a. 3 into 5 15 plus b. That is 2b plus a is equal to 15. നമുക്കിവിടെ b plus a എന്ത് കിട്ടി? 5. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. b is equal to 10, a is equal to -5. ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഏത് നമ്പറിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പം നമ്മൾ 1ൽ കണ്ടിന്യൂസ് ആണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ എയും ബിയും കിട്ടി. അത് എല്ലാ ഇതിലും കണ്ടിന്യൂസ് ആയിരിക്കണമെങ്കിൽ നമുക്കത് 5ലും കണ്ടിന്യൂസ് ആകണം. അപ്പം നമുക്ക് 5 മൈനസും 5 പ്ലസും കൂടെ ചെക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ a -5, b 10 കിട്ടി. ലിമിറ്റ് x tends to 5 minus fx. That is limit x tends to 5, b plus 5x. That is 25 plus b. അപ്പം നമുക്ക് ഈ ബിക്ക് 10 കൊടുക്കുകയാണ്. ഇവിടെ എന്ത് കിട്ടും? 35. ലിമിറ്റ് x tends to 5 plus fx. ഇതിവിടെ എന്താ തന്നിരിക്കുന്നത്? 30 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ 5 മൈനസും 5 പ്ലസും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ഈ എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി, എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഫോർ എനി വാല്യൂ ഓഫ് എ ആൻഡ് ബി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 1ന് കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്തെങ്കിൽ 5ൽ കണ്ടിന്യൂസ് അല്ല അല്ലേ? ഈ എയുടെയും ബിയുടെയും വാല്യൂ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5. ഇവിടെ therefore ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഫോർ എനി വാല്യൂ ഓഫ് എ ആൻഡ് ബി. ക്വസ്റ്റ്യൻ. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു.